നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 20/1/2025 തിങ്കളാഴ്ചത്തെ റബ്ബർ വില. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 192 രൂപ, 1 ക്വിൻ്റലിന് 19,200 രൂപ. RSS-5 1 കിലോയ്ക്ക് 188 രൂപ, 1 ക്വിൻ്റലിന് 18,800 രൂപ. ISNA20 1 കിലോയ്ക്ക് 180 രൂപ, 1 ക്വിൻ്റലിന് 18,000 രൂപ. 60% ലാറ്റസിന് 14,055 രൂപ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS-4 1 കിലോയ്ക്ക് 192 രൂപ, 1 ക്വിൻ്റലിന് 19,200 രൂപ. RSS-5 1 കിലോയ്ക്ക് 188 രൂപ, 1 ക്വിൻ്റലിന് 18,800 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 133 രൂപ, 1 ക്വിൻ്റലിന് 13,300 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 99 രൂപ 75 പൈസ, 1 ക്വിൻ്റലിന് 9,975 രൂപ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS-1 1 കിലോയ്ക്ക് 219 രൂപ 26 പൈസ, RSS-2 1 കിലോയ്ക്ക് 217 രൂപ 76 പൈസ, RSS-3 1 കിലോയ്ക്ക് 216 രൂപ 38 പൈസ, RSS-4 1 കിലോയ്ക്ക് 215 രൂപ 63 പൈസ, RSS-5 1 കിലോയ്ക്ക് 214 രൂപ 51 പൈസ. ഇതാണ് വിദേശ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 184 രൂപ, 1 ക്വിൻ്റലിന് 18,400 രൂപ. RSS-5 1 കിലോയ്ക്ക് 180 രൂപ, 1 ക്വിൻ്റലിന് 18,000 രൂപ. ISS 1 കിലോയ്ക്ക് 169 രൂപ 50 പൈസ മുതൽ 170 രൂപ വരെയും, 1 ക്വിൻ്റലിന് 16,950 രൂപ മുതൽ 17,000 രൂപ വരെയും. ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വ്യാപാരി വില നോക്കാം. 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 116 രൂപ, 1 ക്വിൻ്റലിന് 11,600 രൂപ. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വ്യാപാരി വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം. ലാറ്റക്സ് 177 രൂപ, 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 10,600 രൂപ, 1 ലിറ്റർ പാലിൻ്റെ വില 53 രൂപ 50 പൈസ. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം. സ്വർണം ഗ്രാമിന് 15 രൂപയുടെയും 8 ഗ്രാമിന് 120 രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി. ഇന്നത്തെ വില 1 ഗ്രാം സ്വർണത്തിന് 7,435 രൂപ, 8 ഗ്രാം 1 പവന് 59,480 രൂപ. ഇനി ഇന്നത്തെ കേരളത്തിലെ വെള്ളി വില നോക്കാം. വെള്ളി 1 ഗ്രാമിന് 99 രൂപ, വെള്ളി 1 കിലോയ്ക്ക് 99,000 രൂപ. ഇതാണ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ 226 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ 231 രൂപ, കൊപ്ര എടുത്തപടി 152 രൂപ കിലോ, പിണ്ണാക്ക് എക്സ്പെല്ലർ കിലോ 34 രൂപ, റോട്ടറി കിലോ 36 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 640 രൂപ, കുരുമുളക് പുതിയത് കിലോ 630 രൂപ, കുരുമുളക് ഗാർബിൾഡ് കിലോ 660 രൂപ, ചുക്ക് ബെസ്റ്റ് കിലോ 350 രൂപ, മഞ്ഞൾ സേലം കിലോ 155 രൂപ, അടയ്ക്ക പുതിയത് കിലോ 220 രൂപ, അടയ്ക്ക പഴയത് കിലോ 300 രൂപ, കാഞ്ഞിരക്കുരു 1,850 രൂപ, കയർ നേരിയത് 3,800 രൂപ, ജാതിക്ക തൊണ്ടൻ 250 രൂപ മുതൽ 350 രൂപ വരെയും, തൊണ്ടില്ലാതെ 640 രൂപ മുതൽ 650 രൂപ വരെയും, ജാതിപത്രി ചുവപ്പ് 1,200 രൂപ, ചുവപ്പ് സെക്കൻഡ് 400 രൂപ, മഞ്ഞ 1,300 രൂപ, ഫ്ലവർ ചുവപ്പ് 1,700 രൂപ മുതൽ 1,850 രൂപ വരെയും, ഫ്ലവർ മഞ്ഞ 1,950 രൂപ, ഗ്രാമ്പു 790 രൂപ, നാടൻ 880 രൂപ, പച്ചരി ഫസ്റ്റ് ക്വാളിറ്റി 47 രൂപ കിലോ, പച്ചരി സെക്കൻഡ് ക്വാളിറ്റി 45 രൂപ, പുഴുക്കലരി സുലേഖ 49 രൂപ, ജയ അരി 42 രൂപ മുതൽ 50 രൂപ വരെയും, പഞ്ചസാര 40 രൂപ 80 പൈസ, പൈനാപ്പിൾ പച്ച 33 രൂപ, പഴം 35 രൂപ, വറ്റൽമുളക് 185 രൂപ മുതൽ 360 രൂപ വരെയും, മല്ലി 98 രൂപ മുതൽ 102 രൂപ വരെയും, ഉഴുന്ന് 138 രൂപ മുതൽ 140 രൂപ വരെയും, തുവരപ്പരിപ്പ് 160 രൂപ മുതൽ 165 രൂപ വരെയും, പീസ് പരിപ്പ് 86 രൂപ മുതൽ 90 രൂപ വരെയും, ചെറുപയർ 110 രൂപ മുതൽ 120 രൂപ വരെയും, വൻപയർ 100 രൂപ, കടല 90 രൂപ മുതൽ 110 രൂപ വരെയും, കാപ്പിപ്പരിപ്പ് കിൻഡൽ 41,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 12,250 രൂപ, കുരുമുളക് വയനാടൻ
കിലോ 625 രൂപ, ചേട്ടൻ കിലോ 615 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 1400 രൂപ, ഏലം ഉണക്ക കിലോ 2800 രൂപ മുതൽ 3100 രൂപ വരെ, നെല്ല് കിൻഡൽ 2400 രൂപ, നേന്ത്രക്കായ കിൻഡൽ 5000 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.